ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ (BMH) കോഴിക്കോടിന്റെ ആരോഗ്യ മേഖലയിൽ ഒരു നിർണായക സ്ഥാനമുള്ള സ്ഥാപനമാണ്. കേരളത്തിലെ മുൻനിര മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളിൽ ഒന്നായ ഇത് പതിറ്റാണ്ടുകളായി മികച്ച ചികിത്സയും പരിചരണവും നൽകി വരുന്നു. സാധാരണ ജനങ്ങൾക്ക് താങ്ങാനാവുന്നതും എല്ലാവർക്കും പ്രാപ്യമായതും ഗുണമേന്മയുള്ളതുമായ ചികിത്സ ലഭ്യമാക്കുക എന്ന കാഴ്ചപ്പാടോടെയാണ് ഈ ആശുപത്രി സ്ഥാപിതമായത്. കോഴിക്കോടിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന BMH മലബാർ മേഖലയിലെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആശ്രയകേന്ദ്രമാണ്. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ കഥയാകാം ഇന്ന്. നമസ്കാരം, ഞാൻ രഞ്ജിത്ത് കൃഷ്ണൻ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡോക്ടർ KG അലക്സാണ്ടർ എന്ന ദീർഘവീക്ഷണമുള്ള ഒരു ഡോക്ടറുടെ സ്വപ്നമാണ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലായി മാറിയത്. 1987 വെറും 52 കിടക്കകളുള്ള ഒരു ചെറിയ ആശുപത്രിയായി ഇത് കോഴിക്കോട് ആരംഭിച്ചു. തന്റെ പിതാവ്, ബേബി എന്ന് എല്ലാവരും സ്നേഹപൂർവ്വം വിളിക്കപ്പെടുന്ന KC വർഗീസിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഡോക്ടർ അലക്സാണ്ടർ ഈ ആശുപത്രിക്ക് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ എന്ന് പേര് നൽകിയത്. തുടക്കത്തിൽ ചെറിയ സൗകര്യങ്ങളിൽ ഒതുങ്ങിയിരുന്നെങ്കിലും ഓരോ വർഷം കഴിയുന്തോറും BMH അതിന്റെ സേവനങ്ങളും സൗകര്യങ്ങളും വികസിപ്പിച്ചു. ആദ്യകാലങ്ങളിൽ പ്രാഥമിക ചികിത്സാ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിലായിരുന്നു ആശുപത്രി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. എന്നാൽ ഡോക്ടർ അലക്സാണ്ടറുടെയും അദ്ദേഹത്തിന്റെ ടീമിന്റെയും കഠിനാധ്വാനവും അർപ്പണബോധവും കൊണ്ട് BMH അതിവേഗം വളർന്നു. ജനങ്ങളുടെ വിശ്വാസം നേടാൻ ആശുപത്രിക്ക് കഴിഞ്ഞു. കാലക്രമേണ ആധുനിക വൈദ്യശാസ്ത്രത്തിലെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളും ഉപകരണങ്ങളും ആശുപത്രിയിൽ ഒരുക്കി. മെഡിക്കൽ ലോകത്ത് വരുന്ന പുതിയ മാറ്റങ്ങൾക്കനുസരിച്ച് ആശുപത്രിയും മാറാൻ തയ്യാറായി. ഇന്ന് കോഴിക്കോട്ടെ പ്രധാന ക്യാമ്പസിൽ 1000-ലധികം കിടക്കകളോടുകൂടിയ ഒരു വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയായി മാറിയിരിക്കുന്നു. കോഴിക്കോട് കൂടാതെ കണ്ണൂരിലും BMHന് ആശുപത്രിയുണ്ട്. ഇത് മലബാർ മേഖലയിലെ ആരോഗ്യ പരിരക്ഷയ്ക്ക് വലിയ സംഭാവന നൽകുന്നു. തൊടുപുഴയിലും പുതിയ ആശുപത്രി ആരംഭിച്ചിട്ടുണ്ട്. പതിറ്റാണ്ടുകളായിട്ടുള്ള ഈ വളർച്ച ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ പ്രതിബദ്ധതയുടെയും നിലവാരമുള്ള സേവനങ്ങളുടെയും തെളിവാണ്. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ 40-ലധികം മെഡിക്കൽ സർജിക്കൽ വിഭാഗങ്ങളിൽ സമഗ്രമായ ചികിത്സാ സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഓരോ വിഭാഗത്തിലും അതീവ വൈദഗ്ധ്യമുള്ള ഡോക്ടർമാരും പരിചയസമ്പന്നരായ നഴ്സുമാരും പാരാമെഡിക്കൽ സ്റ്റാഫുമുണ്ട്. അത്യാധുനിക സാങ്കേതിക വിദ്യകളോട് കൂടിയ ഡയഗ്നോസ്റ്റിക് ലാബുകൾ, ഓപ്പറേഷൻ തിയേറ്ററുകൾ, തീവ്രപരിചരണ വിഭാഗങ്ങൾ എന്നിവയെല്ലാം ആശുപത്രിയിലുണ്ട്. ഹൃദയസംബന്ധമായ അസുഖങ്ങൾക്കുള്ള ഏറ്റവും നൂതനമായ ചികിത്സകൾ ഇവിടെ ലഭ്യമാണ്. കാർഡിയോളജി, കാർഡിയോ തൊറാസിക് സർജറി വിഭാഗങ്ങൾ ആധുനിക കാത്ത് ലാബ് സൗകര്യങ്ങളോട് കൂടിയാണ് പ്രവർത്തിക്കുന്നത്. ഹൃദയ ശസ്ത്രക്രിയകൾ, ആൻജിയോപ്ലാസ്റ്റി, സ്റ്റെന്റിംഗ് തുടങ്ങിയ നിരവധി നടപടിക്രമങ്ങൾ ഇവിടെ വിജയകരമായി നടത്തുന്നു. ക്യാൻസർ ചികിത്സയിൽ റേഡിയേഷൻ ഓങ്കോളജി, മെഡിക്കൽ ഓങ്കോളജി, സർജിക്കൽ ഓങ്കോളജി എന്നീ വിഭാഗങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ക്യാൻസർ രോഗികൾക്ക് സമഗ്രമായ പരിചരണം ഉറപ്പാക്കാൻ ഇത് സഹായിക്കുന്നു. കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി, ക്യാൻസർ ശസ്ത്രക്രിയകൾ എന്നിവ ഇവിടെ ലഭ്യമാണ്. ബ്രെയിൻ, സ്പൈനൽ കോർഡ്, നെർവസ് സിസ്റ്റം എന്നിവയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്കുള്ള ചികിത്സയും ശസ്ത്രക്രിയകളും ഇവിടെയുണ്ട്. സ്ട്രോക്ക് യൂണിറ്റ്, ന്യൂറോ ഇന്റർവെൻഷൻ സൗകര്യങ്ങൾ എന്നിവ ഈ വിഭാഗത്തിന്റെ പ്രത്യേകതകളാണ്. സ്ട്രോക്ക് പോലുള്ള എമർജൻസി സിറ്റുവേഷൻസ് കൈകാര്യം ചെയ്യാൻ കേപ്പബിളായ ഒരു ടീം തന്നെ ഇവിടെയുണ്ട്. ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം ഡൈജസ്റ്റീവ് സിസ്റ്റമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് മെഡിക്കൽ, സർജിക്കൽ ചികിത്സകൾ നൽകുന്നു. എൻഡോസ്കോപ്പി, കൊളനോസ്കോപ്പി തുടങ്ങിയ നൂതന ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയേഴ്സും ഇവിടെ ലഭ്യമാണ്. പീഡിയാട്രിക്സ് ആൻഡ് നിയോനേറ്റോളജി വിഭാഗം കുട്ടികളുടെയും നവജാത ശിശുക്കളുടെയും ആരോഗ്യ സംരക്ഷണത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നു. നിയോനാറ്റൽ ICU, പീഡിയാട്രിക് ICU എന്നിവ കുട്ടികൾക്ക് മികച്ച പരിചരണം ഉറപ്പാക്കുന്നു. ഓർത്തോപെഡിക്സ് വിഭാഗം എല്ലിനും സന്ധികൾക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഏറ്റവും പുതിയ ശസ്ത്രക്രിയകളും ചികിത്സകളും ഇവിടെ ലഭ്യമാണ്. ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജറീസ്, സ്പോർട്സ് ഇഞ്ചുറീസ് ട്രീറ്റ്മെന്റ് എന്നിവ ഈ വിഭാഗത്തിന്റെ പ്രധാന സേവനങ്ങളാണ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാധുനിക അത്യാഹിത വിഭാഗം അപകടങ്ങളിലും മറ്റ് അടിയന്തര സാഹചര്യങ്ങളിലും ഉടനടി വൈദ്യസഹായം ഉറപ്പാക്കുന്നു. ട്രോമ കെയർ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. ഇവ കൂടാതെ നെഫ്രോളജി, യൂറോളജി, ഡെർമറ്റോളജി, എൻഡോക്രൈനോളജി, ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബ്സ്റ്റാട്രിക്സ് ആൻഡ് ഗൈനക്കോളജി, ഒഫ്താൽമോളജി, ENT, പ്ലാസ്റ്റിക് സർജറി തുടങ്ങി നിരവധി വിഭാഗങ്ങളിൽ BMH സേവനങ്ങൾ നൽകുന്നു. ചികിത്സാ സേവനങ്ങൾക്ക് പുറമെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലും BMH സജീവമായ പങ്കുവഹിക്കുന്നുണ്ട്. ഭാവി തലമുറയിലെ ആരോഗ്യ പ്രവർത്തകരെ വാർത്തെടുക്കുന്നതിനായി വിവിധ സ്ഥാപനങ്ങൾ ആശുപത്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നു. 1995 ആരംഭിച്ച ബേബി മെമ്മോറിയൽ സ്കൂൾ ഓഫ് നഴ്സിംഗ് ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി പ്രോഗ്രാം വാഗ്ദാനം ചെയ്യുന്നു. 2002 ആരംഭിച്ച ബേബി മെമ്മോറിയൽ കോളേജ് ഓഫ് നഴ്സിംഗ് BSc, MSc, പോസ്റ്റ് ബേസിക് BSc, PhD നഴ്സിംഗ് കോഴ്സുകൾ നൽകുന്നു. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസുമായി അഫിലിയേറ്റ് ചെയ്ത ഈ സ്ഥാപനം ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെയും കേരള നഴ്സസ് ആൻഡ് മിഡ് വൈഫ്സ് കൗൺസിലിന്റെയും അംഗീകാരമുള്ളതാണ്. ബേബി മെമ്മോറിയൽ കോളേജ് ഓഫ് അലൈഡ് മെഡിക്കൽ സയൻസസ് ഡിഗ്രി, ഡിപ്ലോമ കോഴ്സുകൾ വാഗ്ദാനം ചെയ്യുന്നു. ഡോക്ടർമാർക്കായി പോസ്റ്റ് ഗ്രാജുവേറ്റ് DNB കോഴ്സുകളും BMH നടത്തുന്നുണ്ട്. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയർന്ന നിലവാരമുള്ള ആരോഗ്യ പ്രവർത്തകരെ സമൂഹത്തിന് സംഭാവന ചെയ്യുന്നു. ഗവേഷണ രംഗത്തും BMH ശ്രദ്ധ ചെലുത്തുന്നു.
പുതിയ ചികിത്സാ രീതികളെയും സാങ്കേതിക വിദ്യകളെയും കുറിച്ച് പഠിക്കാനും അത് രോഗികൾക്ക് ലഭ്യമാക്കാനും ആശുപത്രി എന്നും ശ്രമിക്കാറുണ്ട്. BMH കേവലം ഒരു ചികിത്സാ കേന്ദ്രം മാത്രമല്ല, സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു സ്ഥാപനം കൂടിയാണ്. സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്ക് സഹായം എത്തിക്കുന്ന നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ആശുപത്രി ഏർപ്പെടുന്നു. 2023 ഡിസംബറിൽ നടൻ മോഹൻലാലിന്റെ വിശ്വശാന്തി ഫൗണ്ടേഷനുമായി സഹകരിച്ച് ശാരീരിക വെല്ലുവിളി നേരിടുന്ന 25 കുട്ടികൾക്ക് സൗജന്യ ഓർത്തോപെഡിക് ശസ്ത്രക്രിയയും ചികിത്സയും നൽകുന്ന സ്റ്റെപ്പ് ഫോർവേഡ് പദ്ധതിക്ക് തുടക്കമിട്ടു. സെറിബ്രൽ പാൾസി, ജനിതകപരമായ അംഗവൈകല്യങ്ങൾ, സ്കോളിയോസിസ് തുടങ്ങിയ പ്രശ്നങ്ങളുള്ള കുട്ടികൾക്ക് ഇത് ആശ്വാസമായി. 2025 മെയ് മാസത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് താങ്ങാനാവുന്ന ചെലവിൽ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ലഭ്യമാക്കുന്ന മറ്റൊരു പദ്ധതിയും വിശ്വശാന്തി ഫൗണ്ടേഷനുമായി ചേർന്ന് പ്രഖ്യാപിച്ചു. ജീവൻ രക്ഷിക്കാൻ ഇത്തരം ശസ്ത്രക്രിയകൾ ആവശ്യമായ എന്നാൽ പണം മുടക്കാൻ കഴിയാത്ത കുടുംബങ്ങൾക്ക് ഇത് വലിയ സഹായമാണ്. സാധാരണക്കാർക്ക് പ്രയോജനകരമാകുന്ന നിരവധി സൗജന്യ മെഡിക്കൽ ക്യാമ്പുകളും ക്ലിനിക്കുകളും BMH പതിവായി സംഘടിപ്പിക്കുന്നു. ഡൗൺ സിൻഡ്രോം ട്രസ്റ്റുമായി സഹകരിച്ച് ഡൗൺ സിൻഡ്രോം ബാധിച്ച കുട്ടികൾക്കും കുടുംബങ്ങൾക്കും പിന്തുണ നൽകുന്നു. ബേബി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ, ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്യൽ തുടങ്ങിയ കാര്യങ്ങളും ചെയ്യുന്നു. ഈ പ്രവർത്തനങ്ങളെല്ലാം BMHന്റെ മോർ ദാൻ കെയർ അഥവാ പരിചരണത്തിനപ്പുറം എന്ന ഫിലോസഫിയാണ് ഊന്നിപ്പറയുന്നത്. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായിരുന്നു 2024 ജൂലൈയിൽ നടന്ന KKR എന്ന ആഗോള പ്രൈവറ്റ് ഇക്വിറ്റി സ്ഥാപനത്തിന്റെ നിക്ഷേപം. ഏകദേശം 2000 കോടി രൂപ മുടക്കി KKR ആശുപത്രിയുടെ 70% നിയന്ത്രണ ഓഹരികൾ സ്വന്തമാക്കി. ഇത് BMHന് ഒരു പുതിയ വളർച്ചാപാത തുറന്നുകൊടുത്തു. ആശുപത്രിയുടെ വളർച്ചാ പദ്ധതികൾക്ക് പണം കണ്ടെത്താനും നിലവിലുള്ള പ്രൊമോട്ടർമാരുടെ ഓഹരികൾ കുറയ്ക്കാനും ഈ നിക്ഷേപം സഹായിക്കും. ഡോക്ടർ KG അലക്സാണ്ടറും കുടുംബവും ആശുപത്രിയുടെ പ്രവർത്തനപരമായ മേൽനോട്ടം തുടർന്നും വഹിക്കും. KKR പോലുള്ള ഒരു ആഗോള നിക്ഷേപ സ്ഥാപനത്തിന്റെ വരവ് BMHന്റെ വികസനത്തിന് വലിയ സാധ്യതകളാണ് തുറന്നു നൽകുന്നത്. KKRന് ആരോഗ്യ മേഖലയിൽ വലിയ അനുഭവ സമ്പത്തും നെറ്റ്വർക്കുമുണ്ട്. ഇത് BMHന് രാജ്യത്തുടനീളം ആശുപത്രി ശൃംഖല വികസിപ്പിക്കുന്നതിനും കൂടുതൽ ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും സഹായകമാകും. പുതിയ ആശുപത്രികൾ ഏറ്റെടുക്കുന്നതിലൂടെ അല്ലെങ്കിൽ സ്വന്തമായി പുതിയവ സ്ഥാപിക്കുന്നതിലൂടെയോ വികസനം സാധ്യമാക്കാനാണ് KKR ലക്ഷ്യമിടുന്നത്. ഈ നിക്ഷേപം ഇന്ത്യയിലെ വർദ്ധിച്ചു വരുന്ന ഗുണമേന്മയുള്ള ആരോഗ്യ സേവനങ്ങളുടെ ആവശ്യകതയെ നേരിടാൻ BMHനെ സഹായിക്കും. KKRന്റെ നെറ്റ്വർക്കും ആരോഗ്യ പരിചരണത്തിലെ ആഴത്തിലുള്ള വൈദഗ്ധ്യവും BMHനെ അടുത്ത വളർച്ചാ ഘട്ടത്തിലേക്ക് എത്തിക്കാനും സമൂഹങ്ങളിൽ കൂടുതൽ സ്വാധീനം ചെലുത്താനും സഹായിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് KKRന്റെ ഇന്ത്യ പ്രൈവറ്റ് ഇക്വിറ്റി വിഭാഗം മേധാവി അക്ഷയ് തന്ന പറഞ്ഞു. ഡോക്ടർ KG അലക്സാണ്ടറും ഈ പാർട്ട്ണർഷിപ്പിൽ സന്തോഷം പ്രകടിപ്പിച്ചു. ആഗോള പ്രാദേശിക ആരോഗ്യ പരിചരണ അനുഭവങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത് BMHന് ഇന്ത്യയിലുടനീളം വളർച്ച വേഗത്തിലാക്കാനും സേവനങ്ങൾ വികസിപ്പിക്കാനും പ്രാപ്തമാക്കുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. KKRുമായുള്ള ഈ പങ്കാളിത്തം ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന് ഒരു പുതിയ ഉണർവ് നൽകും. മെഡിക്കൽ സാങ്കേതിക വിദ്യകളിലെ മുന്നേറ്റങ്ങൾ, കൂടുതൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം, രോഗികൾക്ക് മികച്ച സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഇതിലൂടെ ലഭ്യമാകും. ഇന്ത്യൻ ആരോഗ്യ മേഖല വലിയ വളർച്ചാ സാധ്യതകളുള്ള ഒന്നാണ്. വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയും ജീവിതശൈലി രോഗങ്ങളുടെ പെരുപ്പവും ആധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കുള്ള ആവശ്യം വർദ്ധിപ്പിക്കുന്നു. ഈ സാഹചര്യത്തിൽ KKR പോലുള്ള ആഗോള നിക്ഷേപ സ്ഥാപനങ്ങളുടെ വരവ് ആരോഗ്യ മേഖലയ്ക്ക് വലിയ ഉത്തേജനം നൽകുന്നു. BMHന്റെ മുന്നോട്ടുള്ള യാത്രയിൽ നിലവാരമുള്ളതും എന്നാൽ താങ്ങാനാവുന്നതുമായ ചികിത്സ എന്ന അടിസ്ഥാന തത്വത്തിൽ ഉറച്ചു നിൽക്കുമെന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ ആളുകളിലേക്ക് സേവനങ്ങൾ എത്തിക്കാനും രാജ്യത്തെ ആരോഗ്യ പരിരക്ഷാ രംഗത്ത് ഒരു മാതൃകയായി മാറാനും ഈ കൂട്ടുകെട്ട് സഹായിച്ചേക്കാം. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.